നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. തൃപ്പയാർ കിഴക്കേനട പൈനൂർ രാജവീഥിയിൽ ആന ഇടഞ്ഞോടി 4 മണിക്കൂറോളം ജനങ്ങൾ പരിഭ്രാന്തിയിലായി. ദേശീയപാതയിൽ പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വൈദ്യുതി തൂൺ തകർത്തു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനാചരണം. വാർത്തകളിലേക്ക് വിശദമായി. 4 മണിക്കൂറോളം നാടിനെ മുൾമുനയിൽ നിർത്തി കൊമ്പന്റെ പരാക്രമം. ഗൗരിനന്ദൻ എന്ന ആനയാണ് തൃപ്പയാർ കിഴക്കേനട രാജവീഥി റോഡിൽ ഇടഞ്ഞോടി വ്യാപകമായ നാശം വരുത്തിയത്. വീടിന്റെ ഗേറ്റ് തകർത്തു. നിരവധി തെങ്ങുകളും വൈദ്യുതി തൂണും മാവും മറിച്ചിട്ടു. ഇന്ന് പുലർച്ചെ 4 മണിയോടെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ ലോറിയിൽ കൊണ്ടുവന്ന് ഒഴിഞ്ഞ പറമ്പിൽ കെട്ടാൻ കൊണ്ടുവന്നപ്പോഴാണ് ആന ഇടഞ്ഞോടിയത്. റോഡിലൂടെ ഓടിയ ആന സമീപത്തെ അലങ്കാരപ്പറമ്പത്ത് സലാമിന്റെ വീടിന്റെ ഗേറ്റ് തകർത്തു. തുടർന്ന് വീടുകളുടെ ഇടയിലൂടെ ഓടിയ ആന കരിമ്പാടത്ത് താമസിക്കുന്ന സുഷ്കാന്തിന്റെ വാഹനം തകർത്തു. പുലർച്ചെയായതിനാൽ ആളുകൾ ഉണർന്നിരുന്നില്ല. ഇതിനിടെ സംഭവമറിഞ്ഞവർ ബഹളം വെച്ചതോടെ ആന ഓടി ചെറുപറമ്പ് പ്രദേശത്തെത്തി. അവിടെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ 8 തെങ്ങുകളും സമീപത്തെ വൈദ്യുതി തൂണും മറിച്ചിട്ടു. പ്രദേശത്തെ ഒരു മാവും തള്ളിയിട്ടു. ഇതിനിടെ പോലീസും എലിഫന്റ് സ്ക്വാഡും സ്ഥലത്ത് എത്തിയെങ്കിലും ഏറെ പണിപ്പെട്ട് രാവിലെ 7:30യോടെയാണ് ആനയെ തളച്ചത്. ലോറിയിൽ നിന്ന് ഇറക്കുന്നിടെ മുന്നോട്ടെടുത്ത ലോറി ആനയുടെ ശരീരത്തിൽ തട്ടിയതോടെയാണ് ഓടിയതെന്നും പറയുന്നു. കഴിഞ്ഞ ദിവസം വയനാട് എഴുന്നള്ളിപ്പ് കൊണ്ടുപോയപ്പോഴും ആന ഇടഞ്ഞ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, വാർഡ് മെമ്പർ ശ്രീകേഷ് S ചന്ദ്രൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ദേശീയപാത 66 പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വൈദ്യുതി തൂൺ തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബുധനാഴ്ച രാവിലെ 6:45 പെരിഞ്ഞനം സെന്ററിന് വടക്ക് കൃഷ്ണ ഫ്ലവേഴ്സിന് മുന്നിലായിരുന്നു അപകടം. കർണാടകയിൽ നിന്ന് സവാള കയറ്റി എറണാകുളത്തേക്ക് പോയിരുന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. ഈ മാസം 10, 11 തീയതികളിൽ തൃപ്പയാർ നടക്കുന്ന COA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തൃപ്പയാർ മേഖലയിൽ കേബിൾ TV യൂണിറ്റുകളിലും വിവിധ കേന്ദ്രങ്ങളിലും പതാക ദിനം ആചരിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മണലൂരിൽ വിവിധ ഇടങ്ങളിൽ പതാക ദിനം ആചരിച്ചു. കാഞ്ഞാണി സെന്ററിൽ നടത്തിയ ചടങ്ങിൽ COA മേഖലാ പ്രസിഡന്റ് EL ടോണി പതാക ഉയർത്തി. സിജോ കുണ്ടുകുളം, TV പ്രഭാകരൻ, MK ജയന്തൻ, പ്രദീപ്, KP മുരളി, സ്വാമിനാഥൻ എന്നിവർ പങ്കെടുത്തു. അതിൻ്റെ മുന്നോടിയായി പതാക ദിനമായി ഇന്ന് ആചരിക്കുന്നു. അതിനുവേണ്ടി നമ്മളിന്ന് പതാക ഉയർത്തുന്ന ചടങ്ങിലേക്ക് നമുക്ക് കടക്കുകയാണ്. ഫെബ്രുവരി 11 സിന്ദാബാദ്. ഫെബ്രുവരി 11 സിന്ദാബാദ്. COA സിന്ദാബാദ്. കണ്ടശങ്കടവ് യൂണിസാറ്റ് നടത്തിയ ചടങ്ങിൽ COA അംഗങ്ങൾ, യൂണിസാറ്റ് പാർട്ണർമാർ, ഓഫീസ് സ്റ്റാഫുകൾ, ടെക്നീഷ്യന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ സമ്മേളനം സിന്ദാബാദ്. പതാക ദിനം സിന്ദാബാദ്. പതാക ദിനം സിന്ദാബാദ്. എടമുട്ടം ശ്രീനാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയാഘോഷം ഭക്തി നിർഭരമായി. 4 ശാഖകളുടെ നേതൃത്വത്തിൽ കാവടി ആഘോഷം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ കാവടിയാട്ടം നടന്നു.
ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് പകൽപൂരം, വർണ്ണമഴ, രാത്രി അത്താഴപൂജ, തായമ്പക, തുടർന്ന് 4 ശാഖകളുടെ നേതൃത്വത്തിൽ വിളക്കിനെഴുന്നള്ളിപ്പ്, ഭസ്മക്കാവടി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി മുഖ്യ കാർമ്മികനായി. ക്ഷേത്ര മേൽശാന്തി സന്ദീപ് സഹകാർമ്മികനായി. സമാജം പ്രസിഡന്റ് അതുല്യഘോഷ് വെട്ടിയാട്ടിൽ, സെക്രട്ടറി രാജേഷ് വേളേക്കാട്ട്, ട്രഷറർ സുമോദ് എറണാകുളത്ത്, വൈസ് പ്രസിഡന്റ് ജിതൻ ചോലയിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ ജിതേഷ് കാരയിൽ, രഞ്ജൻ എരുമത്തുരുത്തി, ബാബുരാജ് വാലിപ്പറമ്പിൽ, ജിജിൻ മച്ചിങ്ങൽ, മറ്റ് സമാജം ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. എടമുട്ടം ശ്രീനാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ ആഘോഷത്തിന് മുന്നോടിയായി കാവടി സമർപ്പണം നടന്നു. ചൊവ്വാഴ്ച രാത്രി ദീപാരാധനയ്ക്ക് ശേഷം 4 ശാഖകളുടെയും നേതൃത്വത്തിൽ കാവടി പൂജ, കാവടി സമർപ്പണം, തുടർന്ന് രാത്രി ക്ഷേത്ര മൈതാനത്ത് കാവടിയാട്ടവും നടന്നു. ക്ഷേത്ര മേൽശാന്തി സന്ദീപ് കാർമ്മികത്വം വഹിച്ചു. സമാജം പ്രസിഡന്റ് അതുല്യഘോഷ് വെട്ടിയാട്ടിൽ, സെക്രട്ടറി രാജേഷ് വെള്ളേക്കാട്ട്, ട്രഷറർ സുമോദ് എറണാകുളത്ത്, വൈസ് പ്രസിഡന്റ് ജിതൻ ചോലയിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ ജിതേഷ് കാരയിൽ, രഞ്ജൻ എരുമത്തുരുത്തി, ബാബുരാജ് വാലിപ്പറമ്പിൽ, ജിജിൻ മച്ചിങ്ങൽ, മറ്റ് സമാജം ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഏങ്ങണ്ടിയൂർ മുല്ലപ്പള്ളി കരിപ്പാടത്ത് ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് ദീപാരാധന, കാഴ്ച സമർപ്പണം, അത്താഴപൂജ എന്നിവ നടത്തി. രാത്രി 7:30 പുല്ലാങ്കുഴൽ ഫ്യൂഷൻ, തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, വൈകിട്ട് ഭണ്ഡാര സമർപ്പണം, ദീപാരാധനയ്ക്ക് ശേഷം മുത്തപ്പൻ, ഗുരുമുത്തപ്പൻ, പ്രഭാമണ്ഡല സമർപ്പണം എന്നിവ നടത്തി. രാത്രി 7 മണിക്ക് പ്രസാദശുദ്ധി, അത്താഴപൂജ, മുത്തപ്പന് രൂപക്കളം, എഴുത്തച്ഛനും വീരഭദ്രനും കളവും ഉണ്ടായിരുന്നു. ഉത്സവ ദിവസമായ ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, പ്രഭാത ശീവേലി, തുടർന്ന് ഉച്ചപൂജ എന്നിവ നടത്തി. വൈകിട്ട് 4 മണിക്ക് 3 ഗജവീരന്മാരെ അണിനിരത്തി പഞ്ചവാദ്യം, പഞ്ചാരിമേളം എന്നിവയുടെ അകമ്പടിയോടുകൂടിയ കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ദീപാരാധനയ്ക്ക് ശേഷം വർണ്ണമഴ, ദേവാനന്ദ മേളങ്ങൾ, അത്താഴപൂജ, തായമ്പക എന്നിവ നടന്നു. രാത്രി വിഷ്ണുമായ സ്വാമിയുടെ രൂപക്കളവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
കുടിവെള്ള പൈപ്പ് ഇടാൻ വെട്ടിപ്പൊളിച്ച ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ പണികൾ പൂർത്തിയാക്കി എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധ പ്രകടനം. ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റും പ്രദേശവാസികളും ചേർന്നാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ചളിങ്ങാട് RCUP സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കാക്കാത്തിരുത്തിയിൽ സമാപിച്ചു. CPT പ്രസിഡന്റ് PN നസീർ ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി KM സൈഫുദ്ദീൻ ആമുഖപ്രസംഗം നടത്തി. PK നാസർ, TS മുസ്തഫ, TS നജീബ്, PMA ജബ്ബാർ, റൂബി നാസർ, നൂർജഹാൻ മുസ്തഫ എന്നിവർ സംസാരിച്ചു. വേണ്ടി ജനങ്ങളോട് പറഞ്ഞതാണ്. പല ഡേറ്റുകളും ആ ഡേറ്റുകളെല്ലാം കഴിയും. ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഇതുവരെയും നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല. നടത്താൻ ആരും മുന്നോട്ട് വന്നിട്ടുമില്ല. ഈ ഒരു അവസരത്തിലാണ് ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റ് പ്രദേശവാസികളുമായി സഹകരിച്ചുകൊണ്ട് ഈ ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. കാതിക്കോട് അലക്സ പബ്ലിക് സ്കൂളിൽ നവീകരിച്ച KG പാർക്ക്, പ്ലേഗ്രൗണ്ട്, അൽ അക്സ വിഷൻ ന്യൂസ് ചാനൽ എന്നിവയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. ഇതോടൊപ്പം മഷിത്തണ്ട്, ബ്ലൂം എന്നീ പത്രങ്ങളുടെ പ്രകാശനവും ദേശീയ ഡിജിറ്റൽ ഫെസ്റ്റിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അമൻ ഹാരിസിന് ആദരവും നൽകും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 അലക്സ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ PM മുഹമ്മദ് ആരിഫ് IPS, കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ES മുഹമ്മദ് അലി, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PH നിയാസ്, സാഹിത്യകാരൻ E ജിനൻ, ഡോക്ടർ P കൃഷ്ണൻകുട്ടി, പഞ്ചായത്ത് അംഗം KH യാസർ തുടങ്ങിയവർ പങ്കെടുക്കും. കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി EK ഷംസുദ്ദീൻ, സ്കൂൾ മാനേജർ PM മുഹമ്മദ് സുഹൈൽ, അക്കാദമിക് കോർഡിനേറ്റർ VK മുജീബ് റഹ്മാൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് TR ജിമ്മി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വലപ്പാട് ഉപജില്ലാതല പതാക ദിനാചരണവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി TR രാഗേഷ് അധ്യക്ഷനായി. KSTA തൃശൂർ ജില്ലാ പ്രസിഡന്റ് K പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ T വിനോദിനി, PB സജീവ്, TV ചിത്രകുമാർ, ഉപജില്ലാ സെക്രട്ടറി NK സുരേഷ് കുമാർ, AV സുദർശിനി എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം RMVH സ്കൂളിൽ TR രാഗേഷ്, ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ KS കിരൺ, VP സ്വേതിൽ, നീതു, വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ T വിനോദിനി, AV സുദർശിനി, CS ബേബി, കഴിമ്പ്രം VPM ഹയർ സെക്കൻഡറി സ്കൂളിൽ MP പ്രശാന്ത്, തളിക്കുളം BRCയിൽ TV ചിത്രകുമാർ, തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബിനോയ് T മോഹൻ, TR രമാദേവി, തൃത്തല്ലൂർ കമല നെഹ്റു സ്കൂളിൽ NK സുരേഷ് കുമാർ, ചേറ്റുവ ഗവൺമെന്റ് UP സ്കൂളിൽ PB സജീവൻ എന്നിവർ യൂണിറ്റ് തല പതാക ഉയർത്തുന്നതിന് നേതൃത്വം നൽകി. മറ്റു വാർത്തകൾക്ക് മുമ്പായി ഇടവേള. അമ്മേ നാരായണ, ദേവി നാരായണ. നാട്ടിക തട്ടുപറമ്പിൽ മാറാട്ട് വേട്ടുവന്ത്ര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 8-ാം തീയതി വൈകിട്ട് 8 മണി മുതൽ നാടിനെ ഭക്തിയിൽ ആറാടിക്കാൻ മായാമോഹനം ഭജൻസ്. മായാമോഹനം ആത്മാവിൻ്റെ ദിവ്യ സംഗീതം. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. കാഞ്ഞാണി തൃക്കുന്നത്ത് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഉത്സവ കമ്മിറ്റി ഏർപ്പെടുത്തിയ ക്ഷേത്ര കലാചാര്യ നന്ദി ഗരുഡ പുരസ്കാരം മേളപ്രമാണിയായ ചെറുശ്ശേരി കുട്ടന്മാരാർക്ക് നൽകുമെന്ന് മഹോത്സവ കമ്മിറ്റി പ്രസിഡന്റ് രഞ്ജിത്ത് മുടവങ്ങാട്ടിൽ, സെക്രട്ടറി ശ്രീജിത്ത് വെളുത്തേടത്ത്, ട്രഷറർ ശ്രീകുമാർ കരിവള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10,001 രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് ഫെബ്രുവരി 12 വൈകിട്ട് 6:30 നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. ഉത്സവത്തിന്റെ ഭാഗമായുള്ള ദേശഗുരുതി വെള്ളിയാഴ്ച രാത്രി 7 നടക്കും. ഉത്സവത്തിന്റെ കൊടിയേറ്റ് ഫെബ്രുവരി 8 രാത്രി 7 മണിക്ക് നടക്കും. തുടർന്ന് ഓട്ടംതുള്ളലും ഉണ്ടായിരിക്കും. 10-11 ദിവസങ്ങളിൽ ഉത്സവ ബലി, 14 രാവിലെ പള്ളിവേട്ട, 15 ശിവരാത്രി മഹോത്സവം നടക്കുക. അന്നേ ദിവസം വൈകിട്ട് 6 1000 വിളക്ക് ദീപക്കാഴ്ചയും ഉണ്ടായിരിക്കും. തുടർന്ന് കലാസന്ധ്യ 16 രാവിലെ 5:30 മുതൽ ബലിതർപ്പണം നടത്തും. ശിവരാത്രി ദിവസം വരെ ദിവസവും രാത്രി കലാസന്ധ്യയും 14 അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. തൃത്തല്ലൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനവും ബജറ്റ് കത്തിച്ചുകൊണ്ടുള്ള കരിദിനാചരണവും തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ സുരേഷ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ പശ്ചാത്തല വികസനത്തിന് കരുത്ത് പകരുന്ന വിഴിഞ്ഞം തുറമുഖം, അതിവേഗ റെയിൽ എന്നിവ പാടെ അവഗണിച്ചു എന്ന് മാത്രമല്ല, എക്കാലത്തെയും കേരളത്തിന്റെ ആവശ്യമായ എയിംസ്, പാലക്കാട്ടെ കോച്ച് ഫാക്ടറി എന്നീ പദ്ധതികൾക്കും തുക വകയിരുത്താതെ കേരളത്തെ വഞ്ചിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. ലോക്കൽ കമ്മിറ്റി അംഗം ഹേമലത പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. MP ഭാസ്കരൻ, ശാന്തി ഭാസി, VG വിനോദൻ, ശ്രീകല ദേവാനന്ദ്, PK പ്രേംരാജ്, ബഷീർ വലിയകത്ത്, EK ചന്ദ്രൻ, PS ദിനേശൻ, RA ഷൗക്കത്ത് അലി, VK മധു, CV ആനന്ദൻ എന്നിവർ സംസാരിച്ചു. TR ശശികല, KA പ്രദീപ് കുമാർ, തുളസി എന്നിവർ നേതൃത്വം നൽകി. നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിനൊരു എയിംസ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കും എന്നാണ് കേന്ദ്ര സഹമന്ത്രിയും തൃശ്ശൂരിലെ MP-യുമായ ശ്രീമാൻ സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഈ ബഡ്ജറ്റിൽ കേരളത്തിന് ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല, കേരളത്തെ പാടെ അവഗണിച്ചുകൊണ്ട് ഈ കേരള സംസ്ഥാനം ഇന്ത്യയുടെ ഒരു ഭാഗമല്ല എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് പെരുമാറിയിട്ടുള്ളത്. എടത്തിരുത്തി പൈനൂർ പൂക്കോട്ട് പാടശേഖരങ്ങളിൽ നെൽകൃഷി സജീവമായി. പൈനൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രാവർത്തികമായതോടെയാണ് എടത്തിരുത്തി പഞ്ചായത്തിൽ നെൽകൃഷിക്ക് വൻ വിജയം കൈവരിക്കാനായത്. വെള്ളക്കുറവ് മൂലം ഉപേക്ഷിക്കപ്പെട്ടിരുന്ന പാടങ്ങൾ വീണ്ടും പച്ചപ്പണിയുകയും നെൽകൃഷി സജീവമാവുകയും ചെയ്തു. എടത്തിരുത്തി പൈനൂർ പൂക്കോട്ട് പാടശേഖരത്തിൽ കടവത്ത് കുമാരന്റെയും ആശാരിപ്പറമ്പിൽ തങ്കമണിയുടെയും നേതൃത്വത്തിലാണ് ഇത്തവണ നെൽകൃഷി നടത്തിയത്. മികച്ച വിളവാണ് ലഭിച്ചത്. വിളവെടുപ്പ് ഉത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ ഷനിത ലെനിൻ, ഷാജഹാൻ, VV സുബീഷ്, കൃഷി ഓഫീസർ മേഘ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വിനീത എന്നിവർ പങ്കെടുത്തു. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും വൈദ്യരത്നം ആയുർവേദ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൃത്തല്ലൂർ ഹോപ്പ് ഓഫീസിൽ നടത്തിയ ബോധവൽക്കരണ ക്ലാസ് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യരത്നം ആയുർവേദ കോളേജ് ഡോക്ടർ ലക്ഷ്മി പ്രിയ ക്ലാസ് നയിച്ചു. വാടനപ്പള്ളി സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ KT സുജ, ഷൈൻ കരിപ്പാടത്ത്, സുശീൽ ചാളിപ്പാട്ട്, CB വേണു, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു.
നമുക്ക് പൂർണ്ണമായും ക്യാൻസറിനെ തടയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്ന കണക്കുകളല്ല, ഒരുപാട് റിസർച്ചിൻ്റെ ബേസിസിൽ ലോകാരോഗ്യ സംഘടനയിൽ ഉൾപ്പെടെ പറയുന്നത് ഒരു 30 മുതൽ 50% ക്യാൻസർ വരെ എങ്കിലും നമുക്ക് കൃത്യമായ ഈ പറഞ്ഞ ഭക്ഷണം, ജീവിത രീതി, വ്യായാമം, സമ്മർദ്ദം കുറയ്ക്കുക എന്നിവയിലൂടെ നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. നമ്മൾ ആയുർവേദത്തിൽ ഏതൊക്കെ മേഖലയിൽ ചെയ്യാം, ആയുർവേദത്തിന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. PN പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് 1 ലക്ഷം സാനിറ്ററി നാപ്കിൻ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി. സ്കൂൾ വിദ്യാർത്ഥികളുടെ ആരോഗ്യ സാക്ഷരത, തൊഴിൽ നൈപുണി ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായുള്ള പദ്ധതിയുടെ ജില്ലാതല വിതരണ ഉദ്ഘാടനം ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മുൻ കൃഷി വകുപ്പ് മന്ത്രി BS സുനിൽകുമാർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. PN പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ ഡോക്ടർ N ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA പ്രൊഫസർ KU അരുണൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പാൾ PK ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, PTA പ്രസിഡന്റ് AB പ്രദീപ് ലാൽ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പാൾ VB സജിത്ത്, PN പണിക്കർ തൃശൂർ ജില്ലാ ഭാരവാഹികളായ MA സാദിഖ്, KG ബാബുരാജ്, ബദറുദ്ദീൻ ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു. 19 മുതൽ 26 വരെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരം ആചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കാണ്. ഇന്ന് ഇന്ത്യയിൽ തന്നെ ജൂൺ മാസം 19-ാം തീയതി ഒരു മാസക്കാലം വായനാ മാസം ആചരിക്കുന്നത് PN പണിക്കരെ സ്മരിച്ചുകൊണ്ടാണ്. അപ്പം അറിവിനെ പറ്റി അത്രമാത്രം അറിവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹം. 23 കോടി ജനങ്ങളുള്ള ഒരു നാടാണ് UP. ഞാൻ അടുത്ത കാലത്താണ് മനസ്സിലാക്കുന്നത് UP യിലുള്ള സർക്കാരിൻ്റെ അല്ലെങ്കിൽ പൊതുമേഖലയിലുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഗ്രന്ഥശാലകളുടെ എണ്ണം 1000-ൽ താഴെ മാത്രമാണ്. 75 എണ്ണമാണ്. കേരളത്തിൽ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് എനിക്ക് എണ്ണ അറിയില്ല. 10,000-കണക്കിന് ഗ്രന്ഥശാലകളാണ് കേരളത്തിൽ. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ ഡിഗ്രി, പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് വിതരണ ഉദ്ഘാടനം വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MS സുജിത്ത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CB അനിൽകുമാർ, പഞ്ചായത്ത് മെമ്പർമാരായ ഷൈജ ഉദയകുമാർ, B മുരളീധരൻ, ഷീന സുബ്രഹ്മണ്യൻ, ഷാജു എന്നിവർ സംസാരിച്ചു. ഫിഷറീസ് സബ് ഇൻസ്പെക്ടർ ശ്രുതിമോൾ പദ്ധതി വിശദീകരണം നടത്തി. 2 ലക്ഷം രൂപ ചെലവഴിച്ച് 5 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് അനുവദിച്ചത്. എടമുട്ടം ശ്രീനാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കിഴക്കേ ശാഖയുടെ കാവടി വരവ് ചൂലൂർ അരയമ്പറമ്പിൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, തുടർന്ന് കാവടി പൂജ, ശിങ്കാരിമേളം, നാദസ്വരം, തകിൽ, പൂക്കാവടി, പീലിക്കാവടി എന്നിവയുടെ അകമ്പടിയോടുകൂടി എടമുട്ടം സുദർശന സമാജം ക്ഷേത്രത്തിലേക്ക് ഉച്ചയോടെ എത്തിച്ചേർന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ കാവടിയാട്ടം നടന്നു. ശാഖാ പ്രസിഡന്റ് പ്രേമൻ ചെറിയാമ്പാടത്ത്, ശാഖാ സെക്രട്ടറി സുമേഷ് എറണാകുളത്ത്, ട്രഷറർ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, സമാജം ട്രഷറർ സുമോദ് എറണാകുളത്ത്, സമാജം ജോയിന്റ് സെക്രട്ടറി ജിജിൻ മച്ചിങ്ങൽ, സമാജം എക്സിക്യൂട്ടീവ് സുനിൽകുമാർ അരയമ്പറമ്പിൽ, ശാഖാ രക്ഷാധികാരി പ്രദീപ് അരയമ്പറമ്പിൽ, ശാഖാ ഭാരവാഹികളായ സുരേന്ദ്രൻ, ദിനേശ്, ശിവൻ, മുരളീധരൻ, രാജേന്ദ്രബാബു, സച്ചിൻ, വികാസ്, സോമൻ, ധനീഷ്, സനി എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക ശ്രീ ആരിക്കരി ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി. രാവിലെ വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദഊട്ട് എന്നിവ നടന്നു. വൈകിട്ട് 7 ആനകളോടുകൂടിയ എഴുന്നള്ളിപ്പിന് ഗുരുവായൂർ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടമ്പേറ്റി. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലുള്ള മേളവും നടന്നു. തുടർന്ന് ദീപാരാധന, വർണ്ണമഴ, രാത്രി അത്താഴപൂജ, നാടകം, കേളി, പറ്റ്, തായമ്പക, പുലർച്ചെ താലപ്പൊലിയോടുകൂടിയ എഴുന്നള്ളിപ്പും നടന്നു. ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
വലപ്പാട് ബീച്ച് അരയംപറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, തുടർന്ന് ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി ശാന്തിയുടെയും ക്ഷേത്രം മേൽശാന്തി മുരളിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. വീഡിയോയിൽ പറഞ്ഞ ഇഷ്ടമല്ല. തുടർന്ന് ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച തീർത്ഥക്കുളത്തിന്റെ പടിപൂജയും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് AM പ്രേംഭൂഷൺ, സെക്രട്ടറി MB രാജീവ്, രക്ഷാധികാരി AP ഗിരിജാശങ്കർ, ക്ഷേത്രം മാനേജർ ഷീജ ബാബു, ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ AM രഞ്ജിത്ത്, രജിത് കുമാർ AA എന്നിവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 10-നാണ് ക്ഷേത്ര മഹോത്സവം. മഹോത്സവത്തിൽ 5 ആനകളോടുകൂടിയ എഴുന്നള്ളിപ്പിന് തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ ഭഗവതിയുടെ തിടമ്പേറ്റും. ഫെബ്രുവരി 9-ന് വിളക്ക് മഹോത്സവവും 11-ന് ഉച്ചാറൽ മഹോത്സവവും ആഘോഷിക്കും. വലപ്പാട് ഗ്രാമപഞ്ചായത്തും വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് കെയർ ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഗേളി ഷാജി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാണാട്ട് ആമുഖ പ്രഭാഷണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷജിത് PS, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രശ്മി ഷിജോ, സൂപ്രണ്ട് ഡോക്ടർ PR രാജേഷ്, ഹെൽത്ത് സൂപ്പർവൈസർ ഹനീഷ് കുമാർ, തളിക്കുളം ബ്ലോക്ക് മെമ്പർ അജ്മൽ ഷെരീഫ്, മെമ്പർമാരായ അനിത ത്രിദിവികുമാർ, PB കണ്ണൻ, തുളസി സന്തോഷ്, ഫെമിത സിറാജുദ്ദീൻ, ഗീത രാമദാസ്, ഷെഖർബ, റീജ സിംഗ്, ആനന്ദൻ, ജിഷ സജീഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുബൈർ, സേഫ് കേരള പ്രതിനിധി മൻസൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന രോഗി ബന്ധു സംഗമത്തിൽ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കേരളത്തെ നമ്മളൊന്ന് നോക്കിയാൽ, ആകപ്പാടെ നോക്കിയാൽ ഇത്രമാത്രം സമാധാനവും സ്വസ്ഥവുമായി ജീവിക്കാനും നമ്മുടെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കാനും കഴിയുന്ന ഒരു പ്രദേശം നമ്മുടെ രാജ്യത്ത് തന്നെ വേറെ ഇല്ല എന്ന് പറയാം. നമ്മുടെ ഏറ്റവും വലിയ നേട്ടം എന്താണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം? നമ്മുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ആയുർദൈർഘ്യമാണ്. വീടിനുള്ളിൽ അവശനിലയിൽ കാണപ്പെട്ടയാൾ മരിച്ചു. തളിക്കുളം പുളിയന്തുരുത്ത് CSM സെൻട്രൽ സ്കൂളിന് സമീപം താമസിക്കുന്ന മോങ്കാടി വീട്ടിൽ സുകുമാരനാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5:30-യോടെയാണ് അവശനിലയിൽ അബോധാവസ്ഥയിൽ വീടിനുള്ളിൽ കാണപ്പെട്ടത്. വാടനപ്പള്ളി എക്സ് പ്രവർത്തകരെത്തി ഏങ്ങടിയൂർ MI ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. സതിയാണ് ഭാര്യ. സൗമ്യ, സുജിത്ത്, സുമിത് എന്നിവർ മക്കളും ബൈജു മരുമകനുമാണ്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്പയാർ കിഴക്കേനട പൈനൂർ രാജവീഥിയിൽ ആന ഇടഞ്ഞോടി 4 മണിക്കൂറോളം ജനങ്ങൾ പരിഭ്രാന്തിയിലായി. ദേശീയപാതയിൽ പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വൈദ്യുതി തൂൺ തകർത്തു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനാചരണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.